പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന പലർക്കും സന്തോഷം തന്നൊരു വാർത്തയാണ്. ജാൻമണിയെ കുറച്ച് നേരത്തേക്കെങ്കിലും അറസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പോലീസിന് സാധിച്ചു എന്നുള്ളത്. പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ അവരെ വിട്ടയക്കുകയും ചെയ്തു. നമ്മുടെ സൗദി അറേബ്യയിലെ രാജാവ് അല്ലെങ്കിൽ ചൈനയിലെ സി ജിൻപിങ് ഇവർക്കൊന്നും എതിരെ ഒരു ചെറു വിരളനക്കാനോ നാവുകൊണ്ട് ചെറിയ ഏതെങ്കിലും രീതിയിൽ ഒരു വാക്ക് പോലും സംസാരിക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് സാധിക്കില്ല. അത്രയും ഭയപ്പെട്ടിട്ടാണ് അവിടുത്തെ ജനങ്ങളൊക്കെ ജീവിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിലേക്കും കൊണ്ടുവരണമെന്ന് മോദി ഭരണകൂടം ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രയാസമാവില്ല. ഇന്ത്യയിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മൾ നിരന്തരമായി ജനാധിപത്യത്തിൻ്റെ സാധ്യതകൾ അന്വേഷിക്കുന്ന ഒരു രാഷ്ട്രമാണ്. നമുക്കൊരിക്കലേ അതിന് വിഘാതമുണ്ടായുള്ളൂ. അത് 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടത്തിലാണ്. ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിലെ സിവിൽ റൈറ്റ്സ്, പൗരാവകാശങ്ങൾ കർട്ടയിൽ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ വെട്ടിമുറിക്കപ്പെട്ടു, ഇല്ലാതാക്കപ്പെട്ടു. അങ്ങനെയാണ് രാത്രിയിലൊക്കെ ചില ആളുകളൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ അവരെക്കുറിച്ചൊന്നും കേൾക്കില്ല, അവരെ കൊന്നുകളയും. അത് പൗരാവകാശ ലംഘനവും മനുഷ്യന് സ്വതന്ത്രമായി ജീവിക്കാനായിട്ടുള്ള അവസരത്തെ ഇല്ലായ്മയുമാണ്. പക്ഷേ ഇന്ത്യൻ ജനത അടിയന്തരാവസ്ഥയെ അതിജീവിച്ച് മുന്നോട്ട് പോയി. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തായി. ഇന്ദിരാഗാന്ധിയുടെ ആ ചെയ്തിയെ ഇന്ത്യക്ക്, കോൺഗ്രസിന് പോലും പിന്നീട് ന്യായീകരിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിപ്പോഴും തുടരുകയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ BJPയുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ ആരെയും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവരൊരു സ്വേച്ഛാധിപത്യ ഭരണകൂടം ആഗ്രഹിക്കുന്നു. ആ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഭരണഘടനാ ഭേദഗതികൾ നടത്തി പ്രസിഡൻഷ്യൽ ഭരണ സംവിധാനം ഇന്ത്യയിൽ കൊണ്ടുവരാൻ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ ആലോചിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യയിൽ ഭരിക്കുന്ന BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന RSS പോലും അതിൻ്റെ ഇത്തരത്തിലുള്ള ചിന്തകളെ വളർത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി തന്നെ സ്ഥിരമായിട്ട് BJPയുടെ പ്രധാനമന്ത്രി ആയിരിക്കണം എന്നും RSS ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ RSSൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ മോദി സർക്കാരിൻ്റെ സമീപനങ്ങൾ ശരിയല്ല എന്ന നിലപാട് അവർ പ്രഖ്യാപിക്കുന്നുണ്ട് യഥാർത്ഥം. അതുകൊണ്ട് ആണ് ഈ ഡൽഹിയിലെ പാറ്റ സമരം നടക്കുമ്പോൾ, അല്ലെ അതിനുശേഷം മോഹൻ ഭഗത് പറഞ്ഞതെന്ന് വെച്ചാൽ കേട്ടെഴുത്ത് വേണ്ട. കേട്ടെഴുത്ത് വേണ്ട എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ്. മാൻ കി ബാത്തിലൂടെ സ്ഥിരമായിട്ടിങ്ങനെ കേട്ടെഴുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. അത് വേണ്ട. നിങ്ങൾ കുട്ടികളെ ആജ്ഞാപിക്കണ്ട. നിങ്ങൾ അവരുമായി സംവാദത്തിൽ ഏർപ്പെടും. അവർ പറയുന്നതിൽ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കൂ. കുട്ടികളെ ലാത്തിക്കടിച്ച് നശിപ്പിച്ച് ഒരു സമരത്തെ വിജയിപ്പിച്ച പശ്ചാത്തലത്തിലാണ് നരേന്ദ്രമോദിയുടെ ഈ സമീപനം ശരിയല്ല എന്ന് മോഹൻ ഭഗവത്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു സാധ്യതയാണ്. അവരും അതെല്ലാം പറയാതിരിക്കുകയും അവരിതിനെ മുഴുവനായി ന്യായീകരിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്താൽ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു ഭരണകൂട ഭീകരതയുടെ പ്രതീകമായി മാറാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ വിമർശനവും അധിക്ഷേപവും രണ്ടാണ് യഥാർത്ഥത്തിൽ. നമ്മളിപ്പോൾ മാഷ് വിമർശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള പല ആളുകൾ നരേന്ദ്രമോദിയെ പല സമയങ്ങളിലായിട്ട് വിമർശിച്ചിട്ടുള്ളതാണ്. ഈവൻ ഈ CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ചില നടപടികൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നമ്മൾ ആരും അറസ്റ്റിലായിട്ടില്ല. നമ്മളിപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ജാൻമണി എന്ന് പറയുന്ന അവരുടെ ആ വായിൽ നിന്ന് വന്ന വൃത്തികെട്ട വാക്കുകൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ അമ്മയെ അധിക്ഷേപിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുക. അത് ഇവർ മാത്രമല്ല യഥാർത്ഥത്തിൽ ചെയ്തത്. കുറേയധികം ആളുകൾ ഇവരെ അനുകൂലിച്ചുകൊണ്ട് കമൻ്റ് ഇടുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് പോലും ആ സ്വഭാവമുള്ള ആളുകളാണ്. അപ്പം അതാണോ യഥാർത്ഥത്തിൽ വിമർശനം? അത് ഒരു മീറ്റർ വിട്ടു പോകുമ്പോൾ അത് അധിക്ഷേപമാവും. ആ മീറ്റർ വിടുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നാണോ പലരും പറയുന്നത്? ഇപ്പം മാഷിനറിയാം, ഒരു വ്ളോഗർ ഈ പ്രതിഷേധ സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ഇതൊരു അറസ്റ്റിലായിട്ടില്ല. അയാൾ പക്ഷെ പിന്നീട് വന്ന് മാപ്പൊക്കെ പറഞ്ഞു. പീരങ്കി വെച്ചിട്ട് പാർലമെന്റ് തകർക്കണം, അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ പുസ്തകം വലിച്ചു കീറണം, അതൊക്കെയാണ് ഞാൻ സ്വപ്നം കാണുന്നത്, അതൊക്കെ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള വൈകൃത സ്വഭാവങ്ങളും ഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ വിമർശകരുമായിട്ട് വരുമ്പോൾ വിമർശനത്തിന് തന്നെ അത് വലിയ രീതിയിൽ മോശമാക്കുക, മാറ്റി തീർക്കുക ചെയ്ത്. ക്രിറ്റിസിസം, വിമർശനം എന്ന് പറയുന്നത്
ഒരു സമൂഹത്തിനകത്ത് തെറ്റുതിരുത്തുന്നതിനും ഒരു സമൂഹത്തിൻ്റെ ജനാധിപത്യ അവകാശങ്ങളെ നിലനിർത്തുന്നതിനും ഒരു സമൂഹത്തിൻ്റെ സർഗാത്മക പ്രക്രിയകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സഹായിക്കുന്ന ഒരു പ്രക്രിയ. ആ വിമർശനത്തിൻ്റെ ഭാഷ പോലും മനോഹരവും സുന്ദരവുമായിരിക്കണം എന്നുള്ളതാണ്. അത് ഷാർപ്പാകാം, തീവ്രമാകാം, പക്ഷേ അത് ആഭാസ ജടിലമാകാൻ പാടില്ല, മോശം ഭാഷ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. ഇവിടെ ഇപ്പോൾ ഈ ജാൻമണി ദാസ് എന്ന് പറയുന്ന പ്രശസ്തയായിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ്, ബിഗ് ബോസ് താരം, അവർ ബിഗ് ബോസ് താരമൊക്കെയാണ്. അവരുടെ സ്വദേശം എന്ന് പറയുന്ന ആസാമാണ്. അവർ യഥാർത്ഥത്തിൽ വലിയ പോപ്പുലാരിറ്റി നേടിയ ഒരു വ്യക്തിയാണ്. പക്ഷേ ഡൽഹിയിൽ സമരം നടക്കുന്ന സമയത്ത് അവർ ആ സമരത്തിൻ്റെ ഒരു കണ്ടന്റ് കണ്ടിട്ട് അതിനോട് പ്രതികരിച്ചപ്പോൾ സഭ്യമായ ഭാഷയിലല്ല പ്രതികരണം, മോശമായ ഭാഷയിലാണ് അവർ പ്രതികരിച്ചത്. നരേന്ദ്രമോദിയെ അപമാനിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ അമ്മയുമായി ബന്ധപ്പെടുത്തി മോശമായ ഭാഷയിൽ അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിനെതിരെ കേരളത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തത് മഹിളാ മോർച്ചയുടെ പരാതിയെ തുടർന്നാണ്. നവ്യ ഹരിദാസ് അല്ലേ? ആ പരാതി ഇത് പരിശോധിച്ച പോലീസിന് തോന്നിയത് ശരിയല്ല. അങ്ങനെ പോലീസ് അവർക്കെതിരെ കേസെടുക്കുകയും, എന്നാൽ കേസെടുത്തപ്പോൾ അതിൽപ്പെടുത്തിയ നിയമങ്ങളെന്ന് പറയുന്നത് അവർക്ക് ജാമ്യം അനുവദിക്കാവുന്ന തരത്തിലുള്ളതായിരുന്നു എന്നതുകൊണ്ട് കേസെടുത്ത് അവരെ ജാമ്യത്തിൽ വിട്ടു. ഇതിനെതിരെ പ്രതിഷേധം വന്ന സമയത്ത് ജാൻമണി ദാസ് മാപ്പ് പറയുകയും ചെയ്തു. ഇപ്പം മഹിളാ മോർച്ചയുടെ ഒരു വാദം, ചീത്ത വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞാൽ എന്താ കഥയായിരിക്കും? അവർക്കെതിരെ ശിക്ഷ നടപ്പാക്കണം, അല്ലെങ്കിൽ അവരെ ജയിലിൽ പിടിച്ചിടണം എന്നുള്ളതാണ് മഹിളാ മോർച്ചയുടെ ആവശ്യം. നോക്കൂ, ഒരാൾ നമ്മളെ ചീത്ത വിളിക്കുന്നു, അതിനുശേഷം അയ്യോ മാപ്പ് എന്ന് പറയുന്നു. അത് ശരിയായ ഒരു സമയമായിട്ടും എനിക്കും തോന്നുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ വളരെ നല്ലതായിരിക്കും. ഈ കടമറ്റ് രാമകൃഷ്ണൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, കസ്തൂരി പോലെ മണക്കത്ത വാക്കുകൾ. അപ്പോൾ കസ്തൂരി പോലെ മണക്കുന്ന വാക്കുകൾ നമുക്ക് പറയാൻ കഴിഞ്ഞാൽ അത് നമുക്കും നമ്മുടെ ചുറ്റും ഉള്ള മനുഷ്യർക്കൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വിമർശനം നടത്താം. വിമർശനം ഏറ്റവും മനോഹരമായ ഭാഷയിൽ ആണ് നടത്തുന്നതെങ്കിൽ അത് വിമർശനം ഏറ്റുവാങ്ങുന്ന വ്യക്തി പോലും ചിലപ്പോൾ അത് സന്തോഷത്തോടുകൂടി തന്നെ സ്വീകരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്ക്. നമ്മുടെ സംഭാഷണങ്ങളിൽ ഒക്കെ നിറഞ്ഞു വരുന്ന വൈകാരികതയുണ്ട്. ആ വൈകാരികതക്ക് പ്രാധാന്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ വൈകാരികമാകണം ഭാഷ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് വഷളത്തരമായി മാറിത്തീരാൻ പാടില്ല. ജാൻമണിദാസിന് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച അത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലായത്. ഇപ്പം BD സർക്കാർ നേരത്തെ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിന്റെ പുറത്താണ് TG മോഹൻദാസ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ അഭിപ്രായത്തിനൊപ്പം നിൽക്കുന്ന ഒരാളാണ്. കാരണം ഭ്രാന്തന്മാരായിട്ടുള്ള ഒരു വലിയ ജനസമൂഹം പാർലമെന്റ് കത്തിക്കാനും പാർലമെന്റ് തീ വെക്കാനും നരേന്ദ്രമോദി അമ്മയെ കൊല്ലണം എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയായിട്ട് നിൽക്കുന്ന ഒരു വലിയ ജനസമൂഹം, ആ ജനസമൂഹത്തെ ശരിക്കും വെടിവെക്കുക തന്നെയാണ് പക്ഷേ വേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ TG മോഹൻദാസ് അങ്ങനെ ഒരു അഭിപ്രായം, ഞാൻ പ്രധാനമന്ത്രി ആയാലെന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അനുകൂലിക്കുക തന്നെയാണ് വേണ്ടത്. കാരണം ഒരു ഭരണകൂടം അങ്ങനെ ഒരു ജനസമൂഹത്തെ വെടിവെക്കുക തന്നെയാണ് മാഷെ ശരിക്കും വേണ്ടത്. ഇവിടെ നമ്മളിതെല്ലാം പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ചില നിയന്ത്രണ രേഖകളാണ്. സാമൂഹ്യ മാധ്യമങ്ങളെന്ന് വളരെ ശക്തമാണ്, അല്ലെങ്കിൽ ആളുകൾ ജീവിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ. അപ്പം അതിൽ വരുന്ന സംഭാഷണങ്ങൾ, അതിൽ വരുന്ന വാക്കുകൾ, അതൊക്കെ നല്ലതാണെങ്കിൽ സമൂഹത്തിന് നല്ലതായി തീരും. പക്ഷേ സമൂഹത്തിൽ ഇതേപോലെ ഈ വൈകൃത വേഷങ്ങൾ നിറഞ്ഞാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് ശരിക്കും. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനെതിരെ കടുത്ത നടപടികൾ എടുത്തേ പറ്റൂ. അങ്ങനെയാണ് TG പോലെയുള്ള പല ആളുകളും അത്തരത്തിലുള്ള വാചകങ്ങൾ പറയാൻ ഇടയായി വരുന്നത്. പക്ഷെ പ്രശ്നം എന്താണ്? ആ പറഞ്ഞത് ഒരു കണ്ടസ്റ്റൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ സംഭാഷണം വരും. ജാൻമണിദാസൻ പറഞ്ഞത് തന്നെയാണ്, ഡൽഹിയിലുണ്ടായ ഒരു പ്രത്യേക സംഭവത്തിൻ്റെ പ്രത്യേക കണ്ടക്സ്റ്റിൽ, പ്രത്യേക ഉള്ളടക്കത്തിൽ ഞാൻ അങ്ങനെ പ്രതികരിച്ചു എന്നാണ്.
ടി ജിയും പറയുന്നത് അത് തന്നെയാണ്. തന്നെയാണ്. ഒരു പ്രത്യേക കണ്ടക്സ്റ്റിൻ്റെ പുറത്ത് ഞാനങ്ങനെ പ്രതികരിച്ചു എന്നാണ് പറയാം. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വിമർശനം നടത്തുന്ന മനുഷ്യരെ അവതരിപ്പിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊക്കെ നിരന്തരം വിമർശിക്കുന്ന ആളുകളാണ് എല്ലാവരും. അങ്ങനെ വിമർശിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ ഒരിക്കലും വ്യക്തിഹത്യയ്ക്ക് സമാനമായതായി മാറാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുവരെ കേസെടുക്കുകയോ നടപടി അതൊക്കെ ഉള്ളൂ. പക്ഷേ എന്തിനാ മനുഷ്യൻ ജീവിക്കുന്നത്? മനുഷ്യൻ എന്തിനാ അങ്ങനെ വ്യക്തിഹത്യയുടെ ഭാഷ ഉപയോഗിക്കുന്നത്? പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ. അത് വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനെ. ഇപ്പൊ ചൈന പോലുള്ള അല്ലെങ്കിൽ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ ഒരു പ്രതിഷേധം പോലും അവിടെ ഒന്നും നടക്കില്ല. തെരുവിൽ പ്രതിഷേധം പോയിട്ട് അവരുടെ പ്രധാനമന്ത്രിയെ ഒന്ന് ചീത്ത വിളിക്കാൻ പോലും, ഒന്ന് വിമർശിക്കാൻ പോലും അവർക്കൊന്നും യാതൊരു സ്വാതന്ത്ര്യമില്ല. കാരണം ഭയത്തിലാണ് ആ ജനം ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്കിപ്പോഴും നമ്മളെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് സൗമ്യമായ അല്ലെങ്കിൽ നല്ലമായ രീതിയിൽ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഫേസ്ബുക്കിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ എന്തിൻ്റെയൊക്കെ പേരിലൊക്കെ അറസ്റ്റിലായിട്ടുണ്ടാവുന്നതിൻ്റെ പേരിൽ ഈ രാജ്യത്ത് ജനാധിപത്യമില്ല, മോദിയെ വിമർശിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും പൊട്ടത്തരാണ്. പക്ഷെ അപ്പോൾ ഈ ചൈനയൊക്കെ ശരിക്കും എന്താ ചെയ്യുക? ഇത്തരം പ്രതിഷേധങ്ങളെ ടി ജി പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യുക. വെടിവെക്ക് തന്നെയാണ് ചെയ്യുക. അല്ലെങ്കിൽ ചൈന സൗദി അറേബ്യ വെടിവെച്ച് വീഴ്ത്ത് തന്നെയാണ് ചെയ്യുക. കാരണം അവർക്ക് പ്രതിഷേധം ഇഷ്ടമല്ല. അതെ, അതുകൊണ്ടാണുള്ള ടി ജിയുടെ ഭാഷയെ അല്ലെങ്കിൽ ടി ജിയുടെ ആ സംഭാഷണത്തെ എതിർക്കുന്നത്. കാരണം അത് ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തി തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് അത് എതിർക്കപ്പെട്ടു പോകുന്നത്. പക്ഷെ പല കണ്ടക്സ്റ്റുകളിലും പലർക്കും അങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നും. അതിനെ പക്ഷേ നമുക്ക് വിശാലമായിട്ടുള്ള രാഷ്ട്രീയ ഭൂമിയിൽ ന്യായീകരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം നമ്മളെപ്പോഴും ഇപ്പോൾ നക്സലേറ്റുകളെ പോലും എൻകൗണ്ടറിൻ്റെ പേരിൽ വെടിവെച്ച് കൊല്ലുന്നതിനെ ന്യായീകരിക്കാൻ നമുക്ക് പറ്റില്ല. പ്രത്യേകിച്ച് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് പാറ്റ വിപ്ലവമായാലും പഴയ കാലത്തെ വലിയ വിപ്ലവങ്ങളൊക്കെ ആയാലും ആ വിപ്ലവങ്ങളൊക്കെ ഏത് കാലത്തും പുരോഗമനപരമായിട്ടുള്ള മനസ്സുള്ള മനുഷ്യർ എന്ത് ചെയ്തിട്ടുള്ളത് സ്വാഗതം ചെയ്തിട്ടുണ്ട്. കാരണം നിലവിലുള്ള മോശമായ മനുഷ്യവിരുദ്ധമായ ഭരണകൂടങ്ങളെ തല്ലിപ്പൊളിച്ച് ഇല്ലാതാക്കി പുതിയ ഭരണ നിർമ്മാണ പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് വിപ്ലവ പ്രവർത്തനം. അതിനിറങ്ങിത്തിരിക്കുന്നവരെയൊക്കെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അതിനെ ന്യായീകരിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്നതിനെ ന്യായീകരിക്കുന്നതിൻ്റെ കാരണം അതാണ്. പക്ഷേ അവരെ പിടികൂടുകയും നിയമത്തിന് വിധേയമാക്കുകയും നിയമപരമായി ശിക്ഷ കൊടുക്കുകയും ചെയ്യണം. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കും, നമ്മുടെ ഇന്ത്യയിൽ പലപ്പോഴും പോലീസ് എൻകൗണ്ടറിൽ ഈ അതിനിഷ്ഠൂരമായിട്ട് സ്ത്രീകളെയൊക്കെ പീഡനം നടത്തിയായിട്ടുള്ള ഭീകരരുണ്ട്, തീട്ടവന്മാർ. അവരെ പിടിച്ച് നമ്മൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുടെ പോക്കൊക്കെ ഉണ്ടായാൽ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ചില പോലീസ് ഓഫീസേഴ്സ് ഇവരെ എൻകൗണ്ടറിലൂടെ കൊല ചെയ്യുന്നതിന് ആളുകൾ ന്യായീകരിക്കുന്ന നമ്മൾ കാണുന്നു. നമുക്കും തോന്നും അതാണ് ശരിയെന്ന്. കാരണം അല്ലെങ്കിൽ ഇപ്പം ഗോവിന്ദസ്വാമിയൊക്കെ എന്താ ചെയ്യുന്നുണ്ട്? യോഗിയുടെ ഉത്തർപ്രദേശിൽ എത്ര എൻകൗണ്ടേഴ്സ് വരുന്നത് ഇങ്ങനെയാണ്. ഒരു ദുർബലമായ ജുഡീഷ്യറി ദുർബലമാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പീഡനം ഏറ്റുവാങ്ങുന്നവർക്ക് നീതിപൂർവമായിട്ടുള്ള ഒരവസ്ഥ കിട്ടുമെന്ന് വെച്ചാൽ ഇല്ലെന്നാണ് എല്ലാവരും പറയാറ്. പീഡകരിങ്ങനെ വാഴുകയാണ്. അല്ല മാഷെ, അത് എൻകൗണ്ടർ വരുന്നത് അതുകൊണ്ടും കൂടിയോ മാത്രമല്ല മാഷെ. ഇപ്പോ അർജുൻ ആയെങ്കി അറസ്റ്റിലായപ്പോ അയാളുടെ ബോഡി ലാംഗ്വേജും അയാളുടെ വർത്തമാനവും ഇതൊക്കെ അയാളെന്തോ വെക്കേഷനിൽ മൂഡിലാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതൊക്കെ എന്താ അറസ്റ്റ്? അപ്പം നമ്മുടെ നിയമ സംവിധാനത്തിന് ഈ വില മാത്രമേ പലരും നൽകുന്നുള്ളൂ. കാരണം ഞാനൊരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എനിക്ക് ജാമ്യം എടുത്തിട്ട് ഇറങ്ങി വരാം. അപ്പം ഭയമില്ല ആളുകൾക്ക്. അപ്പം വേണമെങ്കിൽ ഒരു കുറ്റം ചെയ്താലും കുഴപ്പമില്ല. ഇപ്പൊ ഒരാളെ ഒന്ന് പീഡിപ്പിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് സിമ്പിളായിട്ട് ജാമ്യം കിട്ടും, പിന്നെന്താ കുഴപ്പം? അപ്പൊ ഈ ഒരു പ്രവണതയെ മാറ്റാനായിട്ട് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ എൻകൗണ്ടറൊക്കെ സഹായിക്കുമെന്ന് ചില ഭരണകൂടങ്ങളൊക്കെ ചിന്തിച്ചു പോകുന്നു. അതുകൊണ്ടാണ് UP-യിൽ യോഗിയുടെ അവിടെ ഒരു തീർത്തും നിയമത്തെ കേൾക്കാത്ത അനുസരണക്കേട് കാണിക്കുന്ന ഗുണ്ടകളെയും അങ്ങനെയുള്ള ആളുകളെയും വെടിവെച്ച് കൊല്ലുന്നത്.
അതെല്ലാം ശരിയാണെങ്കിൽ പോലും അതാണ് ശരിയെന്ന് പറയാൻ പറ്റുമോ? അതെ, നമ്മുടെ പറ്റില്ല. ജനാധിപത്യം നമ്മുടെ പറ്റില്ല. നാട്ടിലെ അല്ല, വ്യവസ്ഥ ജനാധിപത്യത്തിന്റെ മാത്രമല്ല, മനുഷ്യൻ, അതായത് നമ്മൾ നിയമം കയ്യിലെടുക്കാൻ ആരെ അനുവദിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അർജുനായെങ്കിൽ നമ്മൾ അതിശക്തമായിട്ട് വിമർശിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അയാൾ നിയമം കയ്യിലെടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിയമം കയ്യിലെടുക്കുക എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള നിയമ സംവിധാനത്തെ അയാൾ വെല്ലുവിളിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ അയാൾ വെല്ലുവിളിച്ചാൽ, അതിനെ കീഴടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സാമൂഹ്യ വ്യവസ്ഥ നിലനിൽക്കുന്നത് എന്ന ചോദ്യമാണ് നമ്മുടെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് നിയമം വെല്ലുവിളിക്കുന്നവർക്കെതിരെ നമ്മൾ ശക്തമായിട്ടുള്ള നടപടികൾ വേണം എന്ന് പറയും. അർജുന ആംഗയ്ക്ക് മാത്രമല്ല, നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർക്കോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോ ഒക്കെ ഇത് ബാധകമാണ്. അവരും നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എൻകൗണ്ടർ കൊലപാതകങ്ങൾ ന്യായീകരിക്കപ്പെടാതെ പോകുന്നത്. അവൻ വെറുതെ വെടിവെച്ചല്ല. പിന്നെ ഇതിന് കോടതി എന്തിനാണ്? നിയമവ്യവസ്ഥ എന്തിനാണ്? ആ ചോദ്യം ഉയരുമ്പോഴാണ് ഇതെല്ലാം വളരെ സങ്കീർണമായി മാറിത്തീർന്നത്. ഇപ്പം നമ്മൾ ജ്ഞാനമണിദാസിൻ്റെ ഈ ആക്ഷേപം, പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ചു, പ്രധാനമന്ത്രിയുടെ അമ്മയെ ആക്ഷേപിച്ചു, അതൊക്കെ എങ്ങനെ ആ മാപ്പർഹിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. വ്യക്തിപരമായി നിങ്ങൾ ഒരാളെ അപമാനിക്കാനും അപഹസിക്കാനും പാടില്ല. വിമർശനം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള അപമതിക്കലല്ല. അത് ആ തിരിച്ചറിവ് വേണം. ആ തിരിച്ചറിവ് ഉണ്ടാക്കാനായിട്ടാണ് സോഷ്യൽ മീഡിയ വളരെയധികം ബഹളമുണ്ടാക്കിയതും അതേപോലെ തന്നെ മഹിളാ മോർച്ച പരാതി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും അവരെ ജാമ്യത്തിൽ വിടുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇതെല്ലാം പൊതുസമൂഹത്തിന് പാഠങ്ങളാണ്. പൊതുസമൂഹം പഠിക്കുന്നതല്ല.